നമസ്കാരം. വയനാട് ദുരന്തത്തിൽ കൈത്താങ്ങാവാൻ കോതമംഗലത്തെ സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും, കോതമംഗലത്തെയും കോതമംഗലത്ത് വന്നു പോകുന്നതായ മുഴുവൻ സ്വകാര്യ ബസ്സുകളുടെയും ഒരു ദിവസത്തെ കളക്ഷൻ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോതമംഗലം മേഖലാ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന വ്യാഴാഴ്ച കോതമംഗലം താലൂക്കിൽപ്പെട്ട എല്ലാ സ്വകാര്യ ബസ്സുകളും വയനാട്ടിൽ തകർന്നടിഞ്ഞ നമ്മുടെ സഹോദരങ്ങളെ അതിഭയാനകമായ ദുരന്തത്തെ നേരിട്ട ആളുകളാണ്. നമുക്കതിനെ വിവരിക്കാൻ പോലും വാക്കുകളില്ലാത്ത, സമാനതയില്ലാത്ത ഒരു ദുരന്തമാണ് നാം പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നത്. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് കേരള ജനത പല തട്ടുകളിലാണെങ്കിൽ പോലും ഇന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അതിന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു പോരാട്ടം നടത്തുന്ന കാഴ്ചയാണ് നാം ഈ അടുത്ത ദിവസങ്ങളിൽ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കോതമംഗലം താലൂക്കിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും അതിനോട് ഐക്യദാർഢ്യവും ഞങ്ങളുടെ തൊഴിലാളികളും ഉടമകളും എല്ലാവരും കൂടി ഒരുമിച്ച് ഈ വ്യാഴാഴ്ച ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിട്ടുന്ന മുഴുവൻ പൈസയും വയനാടിൻ്റെ കൈത്താങ്ങിനായിട്ട് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സംരംഭത്തിൽ ഉടമകളും തൊഴിലാളികളും ഒരുമിച്ചിരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2018 ഇതുപോലെ സമാനമായ സംഭവം പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ടായി. അന്ന് വളരെ ശ്ലാഘനീയമായ രീതിയിൽ കേരളത്തിലെ മുഴുവൻ ബസ് ഉടമകളും ഒരു ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തുക സംഭാവന ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇതിലൂടെ ഞങ്ങൾ തുക സംഭാവന ചെയ്യുക എന്നതിനോടൊപ്പം തന്നെ ഈ സ്വകാര്യ ബസ്സുകൾ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുമായി വളരെയേറെ അടുത്ത ബന്ധം പുലർത്തുന്ന, അത് വിദ്യാർത്ഥികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും പ്രായമായ ആളുകൾ, ചെറുപ്പക്കാർ എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടു പോകുന്ന, ഇനി അന്യസംസ്ഥാന തൊഴിലാളികൾ, എല്ലാ സാധാരണക്കാരായ ആളുകൾ മുതൽ എല്ലാവരെയും ബന്ധപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് സ്വകാര്യ ബസ് ഉടമകൾ. ഈ സ്വകാര്യ ബസ്സുകൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങുന്നതിന്റെ ഉദ്ദേശം തന്നെ എല്ലാ ആളുകളിലേക്കും ഈ ഒരു അവബോധം സൃഷ്ടിക്കാൻ. അതായത് നമ്മളിന് ചെറിയ തുകകളാണെങ്കിൽ പോലും ബസ്സിൽ കയറുന്ന യാത്രക്കാരുണ്ട്. അപ്പോൾ അവരെ ബസ് ഫെയറിന് കൂടെ തന്നെ പല ആളുകളും ഈ ഒരു സന്ദേശം കാണുമ്പോൾ ഇതിനോട് യോജിക്കാനും ഇതിനോട് സഹകരിക്കാനും ഒക്കെ തയ്യാറാകുന്ന വളരെ മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ മുൻകാലഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. മുമ്പ് പ്രളയ ദുരന്തത്തിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അസോസിയേഷൻ സഹായം എത്തിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിനും മറ്റുമായി ബസ്സുകൾ സർവീസുകൾ നടത്തിയിട്ടുണ്ട്. മേലിലും ഇത്തരം സേവന പ്രവർത്തനങ്ങൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇവർ വിശദമാക്കി. പ്രസിഡന്റ് ജോജി എഡാട്ടേൽ, ജനറൽ സെക്രട്ടറി നവാസ്, കമ്മിറ്റി അംഗം അനി കാർത്തിക എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. M4 മലയാളം, കോതമംഗലം.